അരി 1 മണിക്കൂർ കുതിർത്ത് കഴുകി വാരി എടുത്തതിന് ശേഷം ഒരു അരിപ്പയിലോട്ട് വെച്ച് വെള്ളം തോരാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പുട്ടിൻ്റെ പരുവത്തിനൊന്ന് വറുത്തെടുക്കും. അരിക്കൊന്നും വേണ്ട പൊടിച്ചിട്ട്. ചെറിയ തരി ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ചെറുതായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. പാളയംതോടൻ പഴമാണ് ഇട്ടേക്കുന്നത്. നല്ലതുപോലെ കുഴച്ചെടുക്കും. പഴമൊക്കെ ചേർത്ത് ഞെവിടി വെച്ച് ഇനി മധുരത്തിന് ആവശ്യമായ ശർക്കര പാനി ഒഴിക്കും. ആവശ്യത്തിന് തേങ്ങ ഇടാം. ഏലക്കാപ്പൊടി ഇടുക. ഇനി ഇത് നല്ലതുപോലെ കുഴച്ച് ഉരുട്ടിയെടുക്കാം. കുഴച്ച് വെച്ചിട്ടുണ്ട്. അയണയില എന്നാണ് പറയുന്നത്. ഇതേ സൈസ് ഇലയിൽ കുറച്ച് മാവെടുത്ത് ചുരുട്ടി വെച്ച് ഇതേപോലെ അങ്ങനെ നമ്മൾ തിരളി പുഴുങ്ങിയെടുത്തിട്ടുണ്ട്.